മാലാഖ. ഈ പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി കേരളത്തിലുടനീളം നടന്നുവരികയാണ്. കേരളത്തിൽ 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 28,000-ലധികം ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. കഴിഞ്ഞ കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രൂപീകരിച്ച് പരിശീലനം കിട്ടിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളുമായി അവർക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാം ഈ ട്രെയിനിങ് സഹായകമാകും എന്ന് ഞാൻ കരുതുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം ശേഖരിക്കാനുള്ള ആളുകൾ മാത്രമായിട്ടല്ല ഹരിത കേരള മിഷനും കുടുംബശ്രീയും ശുചിത്വ മിഷനും ക്ലീൻ കേരള കമ്പനിയും സർക്കാരും ഒന്നും കാണുന്നത്. അവർ ഹരിത സാങ്കേതിക വിദ്യയുടെ പ്രയോക്താക്കളാണ്. അവർ ശുചിത്വ സംസ്കാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശവാഹകരാണ്. അതോടൊപ്പം സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിത വരുമാനവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആത്മാഭിമാനത്തോടെയുള്ള ജീവിതവും ശുചിത്വമുള്ള ഒരു നാടും കെട്ടിപ്പടുക്കാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് ശുചിത്വ മിഷൻ കില മുഖേന കുറേ ട്രെയിനിങ്ങുകൾ ഓൾറെഡി നടന്നിട്ടുണ്ട്. പക്ഷേ ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് ഹരിതകർമ്മ സേനയുടെ അംഗങ്ങളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. ഓവർ എ പീരിയഡ് ഓഫ് ഇയേഴ്സ് പുതിയ ആൾക്കാർ വരും, പല ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങും. സോ ഒരു റിഫ്രഷർ ട്രെയിനിങ്ങിൻ്റെ എപ്പോഴും ഒരു ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം 2020 വർഷത്തിൽ ജൂലൈ മാസത്തിൽ വലിയ ഒരു സർവേ നമ്മൾ സ്റ്റേറ്റ് വൈഡ് സർവേ ശുചിത്വ മിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ് വൈഡ് സർവേ കണ്ടക്ട് ചെയ്തിട്ട് 20,000-നേക്കാൾ കൂടുതൽ കർമ്മസേന അംഗങ്ങൾക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഓഗസ്റ്റ് എൻഡ് സെപ്റ്റംബർ തുടങ്ങി നമ്മൾ എല്ലാം ഹരിതകർമ്മസേന അംഗങ്ങളെ, പുതിയ അംഗങ്ങളും പഴയ അംഗങ്ങളും അവരെ നമ്മൾ ഫ്രഷ് ആയിട്ട് ട്രെയിൻ ചെയ്യാൻ പോകും. നമ്മുടെ മുനിസിപ്പാലിറ്റി നിയോഗിച്ചതാണ് ഞങ്ങളെ ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി. നമുക്ക് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ ഇങ്ങനെ കത്തിച്ചു കളയരുത്. അതിനെന്താ കുഴപ്പം? ഞങ്ങളിത് വലിച്ചെറിയുന്നൊന്നുമില്ലല്ലോ. വലിച്ചെറിയുന്നത് കുറ്റകരമാണ്. അത്തരം പ്ലാസ്റ്റിക്കുകൾ മണ്ണിൽ അഴുകാതെ കിടക്കും. അതിന് പരിഹാരം കത്തിക്കലല്ല. കത്തിച്ചാലെന്താ? അതോടെ തീരുമല്ലോ. കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക പല പ്രശ്നങ്ങൾക്കും കാരണമാകും. പിന്നെ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കുക? ഞങ്ങളെ ഏൽപ്പിക്കുക. ഞങ്ങളത് ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കും. അത് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും റോഡിന്റെ ടാറിങ്ങിനുമൊക്കെ ഉപയോഗിക്കും. സ്ഥിരമായിട്ട് വരുമോ? ആഴ്ചതോറും ഞങ്ങൾ വന്ന് ശേഖരിക്കും. പക്ഷേ ഒരു ചെറിയ തുക ഞങ്ങൾക്ക് തരണം. തരുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് തരണം. ശരി, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യാം. നമ്മുടെയൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് എങ്ങനെയാണ്? പലരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശീലമാക്കിയവരാണ്. ചിലർ എല്ലാം കൂടി അങ്ങ് കുഴിച്ചു മൂടും. മറ്റു ചിലർ ഇങ്ങനെ അങ്ങ് കത്തിക്കും. വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് മണ്ണിൽ ചേരാതെ അനേക വർഷങ്ങൾ കിടന്ന് വിളകൾക്കും ജീവികൾക്കും ശല്യമാകുന്നു. മണ്ണിനും പ്രകൃതിക്കും പരിസ്ഥിതിക്കും വലിയ ദോഷങ്ങൾ സൃഷ്ടിക്കുന്നു. തെർമോകോൾ പോലെയുള്ള വസ്തുക്കളിലെ സ്റ്റൈറീൻ, ബെൻസീൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലെത്തിയാൽ അത് ക്യാൻസറിന് പോലും കാരണമാകും. നാഡികൾക്കും വൃക്കകൾക്കും കരളിനും പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കുമൊക്കെ ദോഷമാകും. ആറുകളിലും തോടുകളിലും കനാലുകളിലുമൊക്കെ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്കും തടയും. വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് വരെ ഇത് കാരണമാകും. ഇങ്ങനെ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുകുകളും മറ്റും മുട്ടയിട്ട് പെരുകി
പലതരം രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ മൃഗങ്ങൾ ഭക്ഷണമാക്കാറുണ്ട്. പ്ലാസ്റ്റിക് കഴിക്കുന്നതിലൂടെയും ഇത് കലർന്ന ജലം കുടിക്കുന്നത് മൂലവും പ്ലാസ്റ്റിക്കിലെ വിഷവസ്തുക്കൾ ജന്തുക്കളിലും സസ്യങ്ങളിലുമെത്തി അതുവഴി മനുഷ്യരിലേക്കും എത്തുന്നതായി പഠനങ്ങൾ പറയുന്നു. സമുദ്രത്തിലെത്തുന്ന പ്ലാസ്റ്റിക് മത്സ്യങ്ങൾക്കും മറ്റു സമുദ്രജീവികൾക്കും വലിയ നാശമാണ് സൃഷ്ടിക്കുന്നത്. ഇവ ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഉള്ളിലാക്കുന്ന കടൽ ജീവികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. ഒരു വർഷം ഏതാണ്ട് 8 മുതൽ 10 ടൺ വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലെത്തുന്നു എന്നാണ് UNEP കണക്കാക്കുന്നത്. ഈ രീതിയിൽ പ്ലാസ്റ്റിക് കടലിലെത്തിയാൽ 2050 ആകുമ്പോഴേക്കും സമുദ്രങ്ങളിൽ മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇനി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ അവ കത്തിച്ചാലോ? തുറന്ന അന്തരീക്ഷത്തിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് മനുഷ്യനും പ്രകൃതിക്കും വരുത്തിവെക്കുന്നത്. ഫുറാൻ, ഡയോക്സിൻ തുടങ്ങി അതിമാരകമായ നിരവധി വിഷവസ്തുക്കൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലും അതുവഴി മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളിലും എത്തുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും കത്തിക്കാതെയും സുരക്ഷിതമായി ഒഴിവാക്കാൻ നാടിനെ സഹായിക്കുന്നവരാണ് ഹരിത കർമ്മസേന. കേരളത്തിലുടനീളം വിവിധ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലായി 32,000-ഓളം ഹരിത കർമ്മസേനാംഗങ്ങളാണ് ഉള്ളത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഇവർ ശേഖരിക്കുന്നു. കുടുംബശ്രീയുമായി ചേർന്നാണ് ഈ സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. മാലിന്യം ശേഖരിക്കുന്ന വീടുകളിൽ നിന്ന് യൂസർ ഫീ ആയി വാങ്ങുന്ന ചെറിയ തുകയാണ് ഇവരുടെ പ്രധാന വരുമാനം. മാലിന്യം എന്ന് പറയുന്നത് മൂല്യമുള്ളൊരു വസ്തുവാണ്. അത് പുനരുപയോഗിക്കാൻ സാധ്യതയുള്ളതാണ്. അതിന് മൂല്യമുണ്ട് എന്ന് തെളിയിക്കാനെല്ലാം കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ യൂസർ ഫീയാണ് സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വീടുകളിൽ നിന്നും ഇവർ ഈടാക്കുന്നത്. ശരിയായ തരത്തിലുള്ള മാലിന്യ സംസ്കരണത്തിന് സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ടുള്ള നിരവധി കർമ്മ പദ്ധതികൾ സംസ്ഥാനത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ പ്രധാനമായും 2 തരത്തിലുള്ളവയാണ്. ഒന്ന്, സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായും മറ്റും വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്നവ. മറ്റൊന്ന്, മണ്ണിൽ അഴുകിച്ചേരാത്തവ. മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങളെ അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെ സംസ്കരിക്കുകയാണ് വേണ്ടത്. ഇതിനായി വീടുകളിൽ തന്നെ ബയോബിന്നുകൾ, കലം കമ്പോസ്റ്റ്, കമ്പോസ്റ്റ് കുഴികൾ, ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങിയ രീതികൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പറമ്പിലെ ചെടികൾക്കും മറ്റും വളവുമാക്കാം. ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി പഞ്ചായത്തുകളും നഗരസഭകളും തുമ്പൂർ മൂഴി കമ്പോസ്റ്റ് യൂണിറ്റ് പോലെയുള്ള എയറോബിക് കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങൾ പ്രാദേശിക തലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അഴുകാത്ത മാലിന്യങ്ങളെ സംസ്കരിക്കാൻ ഈ രീതികൾക്കാവില്ല. ഡ്രൈ വേസ്റ്റ് എന്നറിയപ്പെടുന്ന അഴുകാത്ത മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ സ്ഥാപനമാണ് ക്ലീൻ കേരള കമ്പനി. നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് വസ്തുക്കൾ, ബാഗ്, ചെരുപ്പ് തുടങ്ങി നിരവധി അജൈവ മാലിന്യങ്ങൾ അഥവാ അഴുകാത്ത മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ സഹായിക്കുന്നതിനായുള്ള സർക്കാർ സംവിധാനമാണ് ക്ലീൻ കേരള കമ്പനി. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി നിരവധി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ, റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികൾ, ഗോഡൌണുകൾ എന്നിവ വഴിയാണ് കമ്പനി ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. ക്ലീൻ കേരള കമ്പനിക്ക് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് എത്തിക്കുന്നത് ഹരിത കർമ്മ സേനാംഗങ്ങളാണ്. മാലിന്യ സംസ്കരണം ഫലപ്രദമാക്കുന്നതിനും ശരിയായ വരുമാനത്തിലൂടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും വഴിവെക്കുന്നത് ഹരിത കർമ്മ സേനാംഗങ്ങളുടെ നല്ല പ്രവർത്തനമാണ്. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് ശേഖരിക്കുക, വിവിധ തരം മാലിന്യങ്ങൾ വൃത്തിയായി MCFകളിലും RRFകളിലും എത്തിക്കുക എന്നിവയാണ് അതിൽ പ്രധാനം. അതുവഴി യൂസർ ഫീയായും
ഉൽപ്പന്നങ്ങളുടെ വിലയായും മറ്റും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനവും വർദ്ധിക്കും. ഇതിനായുള്ള മാലിന്യ ശേഖരണവും തരംതിരിക്കലും MCFകളുടെയും RRFകളുടെയും മാനേജ്മെന്റ്, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരിശീലനത്തിൽ ഉൾപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകമ്പോളങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന അഴുകി ചീഞ്ഞു പോകാത്ത പാഴ്വസ്തുക്കൾ അത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സംഭരിക്കുന്ന പാഴ്വസ്തുക്കൾ ആ പാഴ്വസ്തുക്കളുടെ തരം അനുസരിച്ച് തന്നെ അതിനെ തരംതിരിക്കുന്നുണ്ട്. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ അത് പുനഃചംക്രമണ സാധ്യമായവയെന്നും പുനഃചംക്രമണ സാധ്യമല്ലാത്തവയെന്നും രണ്ടായി തരംതിരിക്കാറുണ്ട്. പുനഃചംക്രമണ സാധ്യമായവ റീസൈക്ലിംഗ് കമ്പനികൾക്ക് കൈമാറുകയും പുനഃചംക്രമണ സാധ്യമല്ലാത്തവ ഫർണസ് ബേസ്ഡ് ഇൻഡസ്ട്രികൾക്ക്, സിമെൻറ്റ് ഫാക്ടറികൾ ഉള്ളവയ്ക്ക് കൈമാറുകയുമാണ് ചെയ്തത്. മാലിന്യം ഉണ്ടാകുന്നത് അവിടെ വച്ച് തന്നെ ഒരു പ്രാഥമിക തരംതിരിവ് ഉണ്ടാകണം എന്നുള്ളതാണ് അജൈവ മാലിന്യ ശേഖരണത്തിലും അതിൻ്റെ സംസ്കരണത്തിലും വരുന്ന പ്രധാന ഘടകം. ഇതിനെ വീടുകളിൽ ശേഖരിക്കുമ്പോൾ അവിടെ അജൈവ പാഴ്വസ്തുക്കൾ പ്രത്യേകമായി തരംതിരിച്ച് ശേഖരിക്കാൻ സാധിക്കും. വ്യാപാര സ്ഥാപനങ്ങളിലെ ശേഖരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് അതുപോലുള്ള മറ്റ് അജൈവ പാഴ്വസ്തുക്കളും നമുക്ക് തരംതിരിച്ച് ആ സോഴ്സിൽ തന്നെ ശേഖരിച്ച് വയ്ക്കാൻ സാധിക്കും. ഇപ്രകാരം ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളെ ഹരിതകർമ്മസേന നേരിട്ട് വീടുകളിൽ നിന്നും അതുപോലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് പഞ്ചായത്തിൽ സജ്ജമാക്കിയിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എത്തിക്കുന്നു. ഈ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ നിന്നാണ് രണ്ടാം ഘട്ട തരംതിരിവ് ആരംഭിക്കുന്നത്. ഡ്രൈ വേസ്റ്റിൽ തന്നെ പലതരം വസ്തുക്കൾ ഉണ്ടാകാം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ബാഗ്, ചെരുപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ, കണ്ണാടി, കുപ്പിച്ചില്ലുകൾ, ബാറ്ററി, CFL, LED, ട്യൂബ് ലൈറ്റ് പോലെയുള്ള ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, റബ്ബർ ടയർ മാലിന്യങ്ങൾ, തുണി, ഇങ്ങനെ ഒരുപാട്. ഇവയിൽ പലതും പലതരത്തിൽ മാറ്റം വരുത്തി വീണ്ടും അസംസ്കൃത വസ്തുക്കളായും ഉൽപ്പന്നങ്ങളായും ഉപയോഗിക്കാവുന്നവയാണ്. ഇവയ്ക്കൊക്കെയും വില ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ നിന്ന് തരം തിരിച്ച് റീസൈക്ലിംഗ് വ്യാപാരികൾക്ക് നൽകുന്നു. രണ്ടുപേർ ചേർന്ന് 6 ഗ്രൂപ്പുകളായിട്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ശേഖരണത്തിൽ പോകുന്നത്. ഒരു ഗ്രൂപ്പ് പ്ലാസ്റ്റിക് ശേഖരണം നടത്തുമ്പോഴത്തേക്കും മറ്റേ ഗ്രൂപ്പ് MRFൽ സെഗ്രിഗേഷൻ, ബെയിലിംഗ്, ഷ്രെഡിംഗ് തുടങ്ങിയ ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. പിന്നെ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലാണ് നെടുമങ്ങാട് ടൗണിലെ കടകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. ഇത് നെടുമങ്ങാട് നഗരസഭ ഏർപ്പാട് ചെയ്തിട്ടുള്ള വാടക വാഹനത്തിൽ MRFൽ എത്തിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ MCFൽ നിന്ന് സംസ്കരണ കേന്ദ്രമായ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികളിൽ എത്തിക്കുന്നതാണ് അടുത്ത ഘട്ടം. അവിടെ വച്ച് ആവശ്യമെങ്കിൽ പലതരം പ്ലാസ്റ്റിക്കുകളായി ഒന്നുകൂടി വേർതിരിക്കും. കവറുകളും മറ്റും വലിപ്പം കുറയ്ക്കാനായി ബെയിലിംഗ് മെഷീനിൽ വെച്ച് ബെയിലിംഗ് നടത്തി ചെറിയ കെട്ടുകളാക്കും. സംസ്ഥാനത്താകെ 150 റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികൾ ഉണ്ട്. റോഡ് ടാറിങ്ങിനും മറ്റും ഉപയോഗിക്കുന്നതിനായി പ്ലാസ്റ്റിക് ചെറുതരികളായിട്ടാണ് പൊടിക്കുക. ഇതിനായി പ്രത്യേക യന്ത്രങ്ങളുണ്ട്. ഷ്രെഡിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന എല്ലാതരം പാഴ്വസ്തുക്കളെയും നമുക്ക് വിപണി മൂല്യം ലഭിക്കുന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു തരംതിരിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായ തുക,
ഹരിതകർമ്മസേനകൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഇവയെ വിപണനം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊരു പിന്തുണാ സംവിധാനം എന്ന രീതിയിലാണ് ക്ലീൻ കേരള കമ്പനി പ്രവർത്തിക്കുന്നത്. ഡ്രൈ വേസ്റ്റിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. അതിൽ തന്നെ ഓരോന്നിനും പല വിലകളാണ് ലഭിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ പറ്റി വിശദമായി മനസ്സിലാക്കിയാൽ ഇത് കൂടുതൽ ബോധ്യമാകും. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ പൊതുവെ 7 തരംതിരിച്ചിരിക്കുന്നു. പോളി എത്തിലീൻ ടെറഫ്തലേറ്റ്, ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC, ലോ ഡെൻസിറ്റി പോളി എത്തിലിൻ, പോളിപ്രോപ്പിലിൻ, പോളിസ്റ്റെറിൻ, സ്റ്റൈറോഫോം എന്നീ 6 ഇനങ്ങളും ഫൈബർ, അക്രിലിക്, നൈലോൺ പോളിലാക്റ്റേറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്ന മറ്റു തരം പ്ലാസ്റ്റിക്കുകൾ എന്ന 7ാമത്തെ വിഭാഗവും. ഇനി ഓരോന്നും വിശദമായി നോക്കാം. പോളി എത്തിലിൻ ടെറഫ്തലേറ്റ് അഥവാ പെറ്റ്. പുനഃചംക്രമണത്തിന് ഏറ്റവും അധികം മൂല്യമുള്ള വസ്തുവാണ് പെറ്റ് എന്ന് പറഞ്ഞത്. എന്നാൽ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അടപ്പുണ്ട്, ഇതിനൊരു റാപ്പറുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ പെറ്റിൽ വരുന്നതല്ല. അതിന് പുനഃചംക്രമണ മൂല്യം കുറഞ്ഞതാണ്. ചിലപ്പോൾ ഇത് പോളിപ്രൊപ്പലീൻ ആവാം, ചിലപ്പോൾ PVC ആവാം, അത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഈ ബോട്ടിലിന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും പുനഃചംക്രമണ മൂല്യമുള്ള വസ്തുവാണ്. ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ. ഇതേപോലുള്ള നമ്മൾ ലോഷനുകൾ വാങ്ങിക്കുന്ന പാത്രങ്ങൾ, ടിന്നുകൾ, അത്തരം അല്ലെങ്കിൽ ഷാംപൂ, കോസ്മെറ്റിക്സ്, ഷാംപൂവിൻ്റെയാണ്. ഇതുപോലുള്ള വസ്തുക്കളൊക്കെ വരുന്നത് കൂടുതലും HDP ബോട്ടിലുകളാണ്. പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC നമ്മൾക്കറിയാം. പലപ്പോഴും നമ്മൾക്ക് PVC എന്ന് കേൾക്കുമ്പോഴേ PVC പൈപ്പുകളാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഈവൻ നല്ല നമ്മുടെ മരുന്നുകൾ പാക്ക് ചെയ്യുന്ന കുപ്പികൾ ഒക്കെ PVCയിൽ വരാറുണ്ട്. ലോ ഡെൻസിറ്റി പോളി എത്തിലിൻ. LDP എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി പോളിയെത്തിലീനാണ്. അത് കൂടുതലും നമ്മളുടെ എണ്ണ പാക്കറ്റുകൾ അല്ലെങ്കിൽ മിൽക്ക് കവറുകൾ, ഇതേപോലുള്ള കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കുകളൊക്കെ LDPയിൽ വരും. പോളിപ്രോപ്പിലിൻ. ടെക്സ്റ്റൈൽ കവറുകൾ, പാക്കിംഗ് കവറുകൾ, ചിലതരം ഭക്ഷണപാത്രങ്ങൾ എന്നിവയൊക്കെ പോളിപ്രോപ്പിലിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പോളിസ്റ്റൈറീൻ. നമ്മൾക്ക് ഈ തെർമോകോള് അല്ലെങ്കിൽ സ്റ്റൈറോഫോം വസ്തുക്കളൊക്കെ ഉണ്ട്, നമുക്കറിയാം. അതൊക്കെ പോളിസ്റ്റൈറീൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഫൈബർ, അക്രിലിക്, നൈലോൺ പോളി ലാക്റ്റൈറ്റ്, മൾട്ടി ലെയർ തുടങ്ങിയവ ഉൾപ്പെടുന്ന മറ്റു തരം പ്ലാസ്റ്റിക്കുകളും ഉണ്ട്. അതിൽ വരുന്നത് നമ്മളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ആട്ടയുടെ കൂടുകൾ അല്ലെങ്കിൽ ഉപ്പ് വാങ്ങിക്കുന്നത്, അതെല്ലാം അതർ കാറ്റഗറിയിൽ വരും. അതിൻ്റെ അകത്ത് മൾട്ടി ലെയർ പാക്കറ്റുകൾ വരും. നമ്മൾക്കറിയാം കുർക്കുറെ, ലേസ്, ഇതുപോലുള്ള വസ്തുക്കൾ പാക്ക് ചെയ്ത് വരുന്ന വസ്തുക്കളുണ്ട്. അത് മൾട്ടി ലെയറാണ്. അകത്തൊരു അലൂമിനിയം കോട്ടിംഗ് പോലെ കാണും. അത് അലൂമിനിയം അല്ല, അത് പ്ലാസ്റ്റിക് തന്നെയാണ്. മാലിന്യ ശേഖരണത്തിന്റെ കൃത്യതയ്ക്കായി അവലംബിക്കാവുന്ന ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രാഥമികവുമായ മാർഗമാണ് മാലിന്യ ശേഖരണ കലണ്ടർ. അജൈവ മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ശേഖരണ പ്രക്രിയയാണ്. നമുക്കറിയാം, ഒരു വീട്ടിൽ സ്ഥിരം ഉണ്ടായി വരുന്ന അജൈവ മാലിന്യം ഏതെന്ന് ചോദിച്ചാൽ സാധനങ്ങൾ വാങ്ങി വരുന്ന കവർ, പിന്നെ വല്ലപ്പോഴും ഉണ്ടാകുന്നതാണ് ട്യൂബ്ലൈറ്റ്, CFL ലാമ്പ്, ബൾബ് തുടങ്ങിയ വസ്തുക്കൾ. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ ശേഖരിക്കാൻ തുടങ്ങിയാൽ നമുക്കിതുകൊണ്ട് ഗുണവുമില്ല, മറ്റൊന്ന് നമ്മളെ ജോലി ഭാരം കൂടുകയും ചെയ്യും. ജോലി ഭാരം കുറച്ച് ജോലി ചെയ്യാൻ പഠിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് എളുപ്പ വഴി എന്താ? നമ്മൾ വീട്ടുകാരോട് പറയുക, ഞങ്ങളിതാ ഇന്ന കലണ്ടർ പ്രകാരം എടുക്കണം. ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും ശേഖരിക്കേണ്ടത് ഏതു തരം മാലിന്യമെന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കും. ഇതനുസരിച്ച് വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ സംവിധാനമുണ്ടായാൽ വേർതിരിക്കൽ വളരെ എളുപ്പമാകും. ഇങ്ങനെ കലണ്ടർ തയ്യാറാക്കി മാലിന്യ ശേഖരണം നടത്തുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങളുമുണ്ട്. ശേഖരണത്തിൽ കലണ്ടർ പാലിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്ന്, വീട്ടുകാർ അല്ലെങ്കിൽ സ്ഥാപനം അവരുടെ അവിടെ ഉണ്ടാകുന്ന മാലിന്യത്തെ ചിട്ടയായി തരംതിരിച്ച് സംഭരിക്കുന്നൊരു ശീലം അവിടെ വരും. 2, നമ്മൾക്ക് ശേഖരിച്ചു കൊണ്ടുവരികയും അതിനെ തരംതിരിക്കുകയും ചെയ്യുന്ന ജോലി എളുപ്പവുമായി തീരും. ഏതു തരം പ്ലാസ്റ്റിക് മാലിന്യമായാലും അത് വൃത്തിയാക്കി നൽകേണ്ടത് വീട്ടുകാരുടെ കടമയാണ്. ഇക്കാര്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരുടെയും സഹകരണത്തോടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അജൈവ മാലിന്യം പലപ്പോഴും പാൽ കവറുകളായാലും ഓയിൽ കവറുകളായാലും അതുപോലെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ അത് വൃത്തിഹീനമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
വൃത്തിഹീനമായ പാഴ്വസ്തുക്കൾ അതിൻ്റെ പുനഃചംക്രമണ യോഗ്യത കുറയും എന്നുള്ളത് കൊണ്ട് തന്നെ അത് എത്രയും നല്ല രീതിയിൽ അത് വൃത്തിയായി ശേഖരിക്കാനായിട്ട് ഹരിതകർമ്മസേന ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ലഭിക്കുന്ന വസ്തു ഹരിതകർമ്മസേനകളുടെ പ്രവർത്തനത്തിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മളുടെ സുരക്ഷയാണ്. നമ്മൾ മാലിന്യം ശേഖരിക്കാൻ പോകുമ്പോൾ ആ മാലിന്യ ശേഖരണ പ്രവർത്തനം ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാൻ പാടില്ല. അതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, കയ്യുറ ഉപയോഗിക്കുക, ഇപ്പോഴാണെങ്കിൽ അത് മാസ്ക് വയ്ക്കുക, ഗംബൂട്ട് ഉപയോഗിക്കുക, അതുപോലെ ഓവർകോട്ട് ഉപയോഗിക്കുക, ഇങ്ങനെ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം. സമാഹരണത്തിന് പോയി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു വീട്ടിലോ സ്ഥാപനത്തിലോ ചെന്ന് സാധനങ്ങൾ സമാഹരിക്കുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്നതും ഇതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കൈ അണുവിമുക്തമാക്കുന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ അറിയാം. അണുവിമുക്തമാക്കാൻ എന്തെങ്കിലും സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക, ആ രൂപത്തിൽ കൈ അണുവിമുക്തമാക്കുക എന്നുള്ള പ്രവർത്തനവും ചെയ്യണം. മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ തരംതിരിക്കൽ ശരിയാകണമെങ്കിൽ MCF ശരിയായ രൂപത്തിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. വീടുകളിൽ നിന്ന് പ്രാഥമികമായി തരംതിരിച്ച് ശേഖരിക്കുന്ന വസ്തുക്കൾ MCFലും RRFലും ശാസ്ത്രീയമായും സൗകര്യപ്രദമായും വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ ഞങ്ങൾ 7ആയിട്ട് തരംതിരിക്കാറുണ്ട്. പെറ്റ്, HDPE, PVC, LDPC, PP, PS, അതറായിട്ട്. അല്ലെങ്കിൽ പെറ്റ് എന്ന് പറയുന്നത് പെറ്റ് ബോട്ടിൽ പോലുള്ള സാധനങ്ങളാണ്. പിന്നെ HDPCയിൽ വെള്ള പ്ലാസ്റ്റിക്കാണ് തരംതിരിക്കുന്നത്. അത് കയ്യിൽ വെച്ചാൽ ബോൾ പോലെ അമർന്നിരിക്കും. പിന്നെ PVCയിൽ പെട്ടെന്ന് ഉരുകുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഉപയോഗിക്കുന്നത്. LDPC എന്ന് പറഞ്ഞാൽ വലിച്ചാൽ വലിയുന്ന പാൽ കവർ പോലുള്ള പ്ലാസ്റ്റിക്കാണ്. PP വരുന്നത് കലബല ശബ്ദം കൂടുന്ന പ്ലാസ്റ്റിക്കുകളാണ്. പിന്നെ PS എന്ന് പറഞ്ഞാൽ പുനഃചംക്രമണം ചെയ്യാൻ സാധിക്കാത്ത തെർമോക്കോള്, മൾട്ടി ലെയർ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളാണ്. പിന്നെ 7ാമത് അതർ ഐറ്റംസിൽ വരുന്നത് റോഡ് വേസ്റ്റ് എന്നറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളാണ്. അതായത് ഫുഡ് ഐറ്റം പോലുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് വരുന്നത്. ഇതിനെ ഞങ്ങൾ തരംതിരിച്ച് പൊടിച്ച് ചാക്കിലാക്കി ബെയിൽ ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു. MCFന്റെയും RRFന്റെയും പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വിവിധങ്ങളായ തരംതിരിക്കൽ സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം അനിവാര്യമാണ്. ആദ്യത്തെ കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക. MCFൽ ജോലി ചെയ്യുന്നവർക്ക് വൃത്തിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ശുചിമുറിയും വസ്ത്രം മാറാൻ ഇടവും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ MCFുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകം ഫോൺ കണക്ഷനോ മൊബൈൽ ഫോണോ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യവും അതുപോലെ തരംതിരിക്കുന്ന മാലിന്യവും എല്ലാം വൃത്തിയോടെയും അടുക്കും ചിട്ടയോടെയും സൂക്ഷിക്കേണ്ടതാണ്. MCFൽ ജോലി ചെയ്യുന്നവർക്ക് കൂട്ടായി അവിടെ ഒരു പച്ചക്കറിത്തോട്ടമോ അല്ലെങ്കിൽ പൂന്തോട്ടമോ ഒരുക്കാൻ അവിടെയുള്ള സ്ഥലത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ശ്രമിക്കാവുന്നതാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം MCFകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. അതിനുവേണ്ടി മാലിന്യം കൈകാര്യം ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും നമ്മൾ മാസ്ക്, ഗ്ലൗസ്, യൂണിഫോം എന്നിവ നിർബന്ധമായി ഉപയോഗിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ അവിടെ അഗ്നിബാധ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനായി നമ്മൾക്ക് ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് മണൽ നിറച്ച ബക്കറ്റുകളോ അഗ്നിരക്ഷാ ഉപകരണങ്ങളോ സ്ഥാപിക്കാവുന്നതാണ്. ഇത് സ്ഥാപിക്കുന്നതിനോടൊപ്പം
ഇവ ഉപയോഗിക്കാനുള്ള പരിശീലനം കൂടെ ജോലി ചെയ്യുന്നവർ നേടേണ്ടതാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ശരിയായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അവലംബിക്കാൻ തുടങ്ങിയതോടെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനം എന്ന പദവിയിലേക്ക് നമ്മുടെ കേരളം അതിവേഗം മുന്നേറുകയാണ്. ഓരോ പ്രദേശത്തും തദ്ദേശ ഭരണ വകുപ്പിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും മേൽനോട്ടത്തിൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇതിനുവേണ്ട ആശയപരമായ നേതൃത്വം നൽകി ഹരിത കേരളം മിഷനും നിർവഹണം, ധനവിനിയോഗം എന്നിവയിൽ ശുചിത്വ മിഷനും അഴുകാത്ത മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് ക്ലീൻ കേരള കമ്പനി സദാ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിയമനിർവഹണത്തിനും മോണിറ്ററിംഗിനും മലിനീകരണ നിയന്ത്രണ ബോർഡ് അടക്കമുള്ള വിവിധ ഏജൻസികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഇതോടൊപ്പം പോലീസ്, ഭക്ഷ്യസുരക്ഷാ വിഭാഗം എന്നിവയും UNDP പോലുള്ള ഏജൻസികളുമെല്ലാം ഈ യജ്ഞത്തിൽ പങ്കാളികളായുണ്ട്. MCF, RRF എന്നിവയിലെത്തുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ലീൻ കേരള കമ്പനി ഈ രംഗത്ത് വലിയ സേവനമാണ് ചെയ്യുന്നത്. ഈ വലിയ ശൃംഖലയുടെ എല്ലാം നട്ടെല്ല് ഹരിത കർമ്മസേനാംഗങ്ങൾ തന്നെ. അതെ, നിങ്ങളുടെ പ്രവർത്തനമാണ് കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഏകദിന പരിശീലന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഖരമാലിന്യ സംസ്കരണത്തിൽ ജൈവമാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ അജൈവമാലിന്യ സംസ്കരണവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇതിൽ ജൈവമാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും അജൈവമാലിന്യങ്ങളെ ശേഖരിച്ച് തരംതിരിച്ച് സംഭരിച്ച് അവയെ കൈയൊഴിയുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും മെച്ചപ്പെട്ടും സുസ്ഥിരമായും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഉപകരിക്കുന്ന രീതിയിലാണ് ഈ പരിശീലന പരിപാടി നമ്മളിവിടെ നടത്തുന്നത്. ഏകദിന പരിശീലന പരിപാടിയുടെ നടത്തിപ്പ് ചുമതല കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയ്ക്കാണ്. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവരുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഹരിത കേരള മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണ ഉപദൗത്യം, അജൈവ പാഴ്വസ്തുക്കളുടെ പരിപാലനം, അവയുടെ ശേഖരണം, സംഭരണം, തരംതിരിക്കൽ, കൈയൊഴിയൽ, ഇത്രയും വിഷയങ്ങളാണ് ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് രൂപപ്പെടുന്ന എല്ലാ അജൈവ പാഴ്വസ്തുക്കളും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വൃത്തിയാക്കി തരംതിരിച്ച് ശേഖരിച്ച് പുനഃചംക്രമണത്തിനായോ പുനരുപയോഗത്തിനായോ അതല്ലെങ്കിൽ അവയുടെ ശാസ്ത്രീയമായ സംസ്കരണത്തിന് വിധേയമാക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഹരിതകർമ്മസേനകളെ സജ്ജരാക്കുക, പാഴ്വസ്തുക്കളിൽ നിന്നും അവർക്ക് വരുമാനമുണ്ടാക്കുക, പുനരുപയോഗം, പുനഃചംക്രമണം, ശാസ്ത്രീയമായ സംസ്കരണം നടപ്പിലാക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഈ പരിശീലന പരിപാടി ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് ഹരിത കേരള മിഷൻ മുഖാന്തരം ഹരിതകർമ്മസേനകളുടെ രൂപീകരണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായി ഹരിതകർമ്മസേനകളാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് ഹരിതകർമ്മസേന? ഹരിതകർമ്മസേന എന്ന് പറയുന്നത് സംസ്ഥാനത്തെ നടപ്പിലാക്കുന്ന മാലിന്യ പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംവിധാനമാണ്. ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വാർഡിൽ 2 ഹരിതകർമ്മസേന അംഗങ്ങൾ എന്ന രീതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനകളെ വിന്യസിച്ചിട്ടുള്ളത്. 30,000-ലധികം ഹരിതകർമ്മസേനകൾ നിലവിൽ സംസ്ഥാനത്ത് അജൈവ മാലിന്യ ശേഖരണവും സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രധാന ചുമതലകൾ എന്താണെന്ന് നോക്കാം. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ വാങ്ങി വൃത്തിയായ അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കലാണ് ഹരിതകർമ്മസേനയുടെ പ്രധാന ചുമതലകൾ. ഇതിനായി ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും കൃത്യമായി വരികയും
അവിടെ നിന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്യും. ഇപ്രകാരം സ്വീകരിക്കുന്ന അജൈവ പാഴ്വസ്തുക്കൾ വൃത്തിയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി മുന്നോട്ട് വയ്ക്കാറുണ്ട്. ശേഖരിച്ച പാഴ്വസ്തുക്കൾ മിനി MCF എന്നൊരു സംവിധാനത്തിലേക്ക് എത്തിക്കുകയാണ് ഹരിതകർമ്മസേന ആദ്യമായി ചെയ്യുന്നത്. അതിനുശേഷം ശേഖരിച്ച പാഴ്വസ്തുക്കളെ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ തലത്തിൽ പ്രവർത്തിക്കുന്ന MCF സെൻ്ററുകളിലേക്ക് എത്തിക്കുന്നു. MCF സെൻ്ററുകളിൽ എത്തിക്കുന്നത് ഇവയുടെ പ്രാഥമിക തരംതിരിക്കലിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്ത് ഏകദേശം 1000-ലധികം MCFകളാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ 180-ൽ RRF സെൻ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനകൾ തരംതിരിച്ച് ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളുടെ കൃത്യമായ തരംതിരിവിന് ശേഷം ഇവയെ RRF സെൻ്ററുകളിലേക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്. ശേഖരിച്ച അജൈവ പാഴ്വസ്തുക്കളെ മിനി MCFൽ എത്തിക്കുകയും അവിടെ നിന്ന് ആദ്യത്തെ മൂല്യവർധന തരംതിരിവിനായി MCFകളിലേക്ക് എത്തിക്കുകയും MCFൽ തരംതിരിച്ച അജൈവ പാഴ്വസ്തുക്കളെ RRFകളിലേക്കോ പുനഃചംക്രമണ ഏജൻസികളിലേക്കോ കൈമാറുകയും കൂടാതെ ഈ RRFകളുടെ പ്രവർത്തന പരിപാലനം നടത്തുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന വിവിധ മാലിന്യ ശേഖരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുകയും കൂടാതെ പാഴ്വസ്തുക്കൾ വൃത്തിയാക്കി തരംതിരിച്ച് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വീട്ടുകാർക്കും അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ആവശ്യമായ ബോധവൽക്കരണം നടത്തുകയും ഹരിതകർമ്മസേനയുടെ പ്രധാന ചുമതലകളാണ്. എന്താണ് അജൈവ പാഴ്വസ്തുക്കൾ? നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൻ്റെ ഭാഗമായി നാം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അഴുകാത്തതും മണ്ണിലലിഞ്ഞു ചേരാത്തതും തുടർന്ന് ഉപയോഗമില്ലാത്തതുമായ വസ്തുക്കളെ അജൈവ പാഴ്വസ്തുക്കളെന്ന് നാം വിളിക്കും. ഇവയുടെ ഉപയോഗശേഷം നമുക്ക് ആവശ്യമില്ലാതെ വരുമ്പോഴാണ് ഇത് പാഴ്വസ്തുക്കളായി മാറുന്നത്. എന്നാൽ നമുക്ക് ഉപയോഗമില്ലെങ്കിലും പാഴ്വസ്തുക്കളുടെ അതേ അവസ്ഥയിലോ അവയുടെ ഘടനയിൽ മാറ്റം വരുത്തിയോ അവയെ വീണ്ടും ഉപയോഗപ്രദമാക്കാൻ നമുക്ക് സാധിക്കും. എന്തിനെയൊക്കെ നമുക്ക് അജൈവ പാഴ്വസ്തുക്കൾ എന്ന് വിളിക്കാം? ഉപയോഗശൂന്യമായി വരുന്ന നമ്മുടെ പാക്കിംഗ് വസ്തുക്കൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ബോട്ടിലുകൾ, കളിപ്പാട്ടങ്ങൾ, എണ്ണക്കവറുകൾ, സ്പ്രേ, ഷാമ്പൂ ബോട്ടിലുകൾ, അണുനാശിനിയുടെ ബോട്ടിലുകൾ, ക്യാനുകൾ, പൊട്ടിയ ബക്കറ്റുകൾ, പൊട്ടിയ ഫർണിച്ചറുകൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കാർഡ്ബോർഡുകൾ, തെർമോക്കോൾ, മട്ടുപാത്രങ്ങൾ, പേപ്പർ, ചെരുപ്പ്, ബാഗ് എന്നിവ ഉൾപ്പെടെ നമ്മുടെ ഉപയോഗത്തിന് ശേഷം ഉപയോഗശൂന്യമായി വരുന്ന മണ്ണിലലിഞ്ഞു ചേരാത്ത എല്ലാ വസ്തുക്കളെയും നമുക്ക് അജൈവ പാഴ്വസ്തുക്കളെന്ന് വിളിക്കാം. ഇനി ഇവയുടെ ശാസ്ത്രീയമായ സംസ്കരണത്തിന് അല്ലെങ്കിൽ കൃത്യമായ പുനഃചംക്രമണത്തിന് അഴുകുന്നതും അഴുകാത്തതുമായ രീതിയിലുള്ള തരംതിരിക്കലും വളരെ അത്യാവശ്യമാണ്. അഴുകാത്തവയിൽ പുനഃചംക്രമണ സാധ്യതയുള്ളതും പുനരുപയോഗ സാധ്യതയുള്ളതുമായ വസ്തുക്കളെ വൃത്തിയാക്കി തരംതിരിച്ച് സൂക്ഷിക്കേണ്ടതാണ്. ഇവ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി കൈമാറാം. കൂടാതെ തന്നെ ശേഖരണം, സംഭരണം, ഇനം തിരിച്ച് തരംതിരിക്കൽ, അതുപോലെ പുനരുപയോഗം, പുനഃചംക്രമണം, ശാസ്ത്രീയമായ സംസ്കരണം ഇത്രയും കൂടി ചേരുമ്പോഴാണ് അജൈവ പാഴ്വസ്തുക്കളുടെ ശാസ്ത്രീയമായ സംസ്കരണത്തിനോ അല്ലെങ്കിൽ അവയെ കൃത്യമായി പരിപാലനം നടത്തുന്നതിനോ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എങ്ങനെ തരംതിരിക്കാം? ഉറവിടത്തിൽ തന്നെ തരംതിരിക്കലാണ് പ്രധാനം. അതാണ് അതിൻ്റെ പ്രാഥമിക ഘട്ടവും. അതായത് കൃത്യമായി ജൈവ വസ്തുക്കളെയും അജൈവ വസ്തുക്കളെയും രണ്ടായി തരംതിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. അജൈവ പാഴ്വസ്തുക്കളുടെ പ്രാഥമിക തരംതിരിക്കൽ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മുടെ ഉപയോഗശേഷമുണ്ടാകുന്ന എല്ലാ അജൈവ പാഴ്വസ്തുക്കളെയും കൃത്യമായി അവയെ പ്ലാസ്റ്റിക് പ്രത്യേകം, പേപ്പർ പ്രത്യേകം, ലോഹങ്ങൾ, ചില്ല്, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, തുകൽ വസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിച്ച് സൂക്ഷിച്ചാൽ ശാസ്ത്രീയമായി ഇവയെ പരിപാലനം നടത്തുന്നതിനോ സംസ്കരണം നടത്തുന്നതിനോ പുനഃചംക്രമണം നടത്തുന്നതിനോ സാധിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. എങ്ങനെയാണ് ഇവയുടെ ശേഖരണം? അതായത് ഹരിതകർമ്മസേനകൾ ഇവയെ എങ്ങനെയാണ് ശേഖരിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി സർക്കാർ മാർഗരേഖയുണ്ട് പ്രത്യേകമായി തന്നെ. അതല്ലെങ്കിൽ തന്നെ അതാത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അവരുടെ രീതിക്കനുസരിച്ചിട്ട് കലണ്ടറുകൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഈ കലണ്ടർ പ്രകാരം ഹരിതകർമ്മസേനകൾ വീടുകളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കും. ഹരിതകർമ്മസേനകൾക്കുള്ള അജൈവ പാഴ്വസ്തു ശേഖരണ കലണ്ടറിനെ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാ മാസവും ശേഖരിക്കാൻ കഴിയുന്ന പാഴ്വസ്തുക്കളെയും ഓരോ ഇടവേളകൾ നിശ്ചയിച്ചുകൊണ്ട് ശേഖരിക്കേണ്ട പാഴ്വസ്തുക്കളെയും നമുക്ക് പരിചയപ്പെടാം. ഈ ശേഖരണ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് ഹരിതകർമ്മസേനകളുടെ അജൈവ പാഴ്വസ്തുക്കളുടെ ശേഖരണം കൃത്യമായി നടപ്പിലാക്കുന്നതിനും ശേഖരിച്ച പാഴ്വസ്തുക്കളെ കൃത്യമായി തരംതിരിച്ച് പുനഃചംക്രമണ ഏജൻസികൾക്ക് കൈമാറുന്നതിനുള്ള സമയം കൂടെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പാഴ്വസ്തു ശേഖരണ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കലണ്ടറിൻ്റെ പ്രത്യേകത എല്ലാ മാസവും, അതായത് നമ്മുടെ വീടുകളിൽ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അജൈവ പാഴ്വസ്തുക്കളും എല്ലാ മാസവും ശേഖരിക്കുന്നതിനുള്ള സംവിധാനവും കൂടാതെ ഓരോ മാസങ്ങൾ ഇടപെട്ട്, അതായത് ഉദാഹരണമായി പഴയ ചെരുപ്പ്, ബാഗ് എന്നിവ നമുക്ക് എപ്പോഴും മാലിന്യങ്ങളായി മാറുന്നതല്ല. അതുപോലെ തന്നെ
കണ്ണാടി ചില്ലുകൾ, കുപ്പികൾ, ചില്ലുമാലിന്യങ്ങൾ, മറ്റ് ഇലക്ട്രോണിക് മാലിന്യങ്ങളായ കമ്പ്യൂട്ടറിൻ്റെ വിവിധതരം സ്പെയർ പാർട്സുകൾ, അതുപോലെ ട്യൂബ് ലൈറ്റ്, CFL ലാമ്പുകൾ, ബാറ്ററികൾ, അതുപോലെ തന്നെ മരുന്നിൻ്റെ സ്ട്രിപ്പ് തുടങ്ങി തുണി പോലുള്ള മറ്റ് മാലിന്യങ്ങൾ, ഇവയെല്ലാം എല്ലാ മാസവും ശേഖരിക്കേണ്ട ആവശ്യമില്ല. ഇവ ഓരോ തരത്തിൽ ശേഖരിക്കുന്നതിനും കൃത്യമായിട്ടുള്ള മാസങ്ങൾ നിശ്ചയിച്ച് നൽകിക്കൊണ്ടുള്ള മാർഗരേഖ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്രകാരം ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളെ MCFകളിൽ എത്തിച്ച് അവയെ തരംതിരിച്ച് പാക്ക് ചെയ്യുന്ന ജോലി മാത്രം ഹരിതകർമ്മസേനകൾ ചെയ്താൽ മതിയാവും. ഇവയെ നേരിട്ട് ശേഖരിക്കുന്നതിനുള്ള സംവിധാനം ക്ലീൻ കേരള കമ്പനി മുഖാന്തരം നടപ്പിലാക്കുന്നതാണ്. മറ്റ് അജൈവ പാഴ്വസ്തുക്കൾ, അതായത് വിപണന മൂല്യം ലഭിക്കുന്ന പാഴ്വസ്തുക്കളെ തരംതിരിച്ച് ശേഖരിക്കുമ്പോൾ അവയ്ക്ക് വിപണന മൂല്യം കിട്ടുന്ന രീതിയിലുള്ള തരംതിരിവും കൂടെ അതായത് ഹരിതകർമ്മസേനകൾ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ നടത്തേണ്ടതാണ്. ശേഖരിച്ചു കൊണ്ടുവരുന്ന അജൈവ പാഴ്വസ്തുക്കളെ എങ്ങനെയാണ് തരംതിരിക്കലിന് വിധേയമാക്കുന്നതെന്ന് നോക്കാം. വീടുകളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ ശേഖരിക്കുന്ന അജൈവ പാഴ്വസ്തുക്കൾ ആദ്യമായി എത്തിക്കുന്നത് മിനി MCFകളിലാണ്, അതായത് മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ. വാർഡ് തലത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് മിനി MCF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളെ മിനി MCFകളിൽ എത്തിച്ച് അവയെ അവിടെ സംഭരിച്ചു വയ്ക്കുന്നു. ഇപ്രകാരം മിനി MCFൽ ശേഖരിച്ച് സംഭരിച്ചിട്ടുള്ള പാഴ്വസ്തുക്കളെ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ തലത്തിൽ പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ എത്തിച്ച് അവയെ തരംതിരിക്കുകയും സംഭരിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് MCFകൾ പ്രവർത്തിക്കുന്നത്. മിനി MCFൽ നിന്നും ഉപരിയായി കുറച്ചുകൂടി വിപുലമായ സംവിധാനമാണ് MCFകൾ. ഇവിടെയാണ് ഹരിതകർമ്മ സേനകളുടെ പ്രാഥമിക തരംതിരികൾ നടക്കുന്നത്. അതായത് പ്ലാസ്റ്റിക്കുകൾ തന്നെ അവയുടെ ഘടനയനുസരിച്ചുള്ള വ്യത്യാസമനുസരിച്ച് ഓരോ പ്ലാസ്റ്റിക്കുകളെയും കൃത്യമായി തരംതിരിക്കുക എന്ന പ്രക്രിയ നടക്കുന്നത് ഈ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിലാണ്. പ്ലാസ്റ്റിക്കുകളെ അവയെ വിവിധ ഘടനകൾ അനുസരിച്ച് തരംതിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് അജൈവ പാഴ്വസ്തുക്കളെയും നമുക്ക് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ തരംതിരിക്കുവാനായി സാധിക്കും. ഹരിതകർമ്മ സേനകൾ ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില്ലുൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, റബ്ബർ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാകുന്ന പാഴ്വസ്തുക്കളാണ്. ഇപ്രകാരമുള്ള വിവിധ തരത്തിലുണ്ടാകുന്ന അജൈവ പാഴ്വസ്തുക്കളെ തരംതിരിച്ച് അവയെ വിപണി മൂല്യം ലഭിക്കുന്ന രീതിയിൽ സജ്ജമാക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ ഹരിതകർമ്മ സേനകൾ അനുവർത്തിക്കുന്ന ചുമതല. ഇവയെ നമുക്ക് പ്രധാനമായും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നോക്കിയാൽ പ്ലാസ്റ്റിക്കിൽ തന്നെ വിവിധ തരം പ്ലാസ്റ്റിക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അവയുടെ ഘടനയനുസരിച്ച് പ്ലാസ്റ്റിക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദനം നടത്തിയിട്ടുള്ളത് വിവിധ പ്ലാസ്റ്റിക്കിൽ തന്നെയുള്ള വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇവ ഏതൊക്കെയാണെന്നും ഇവയെ തരംതിരിച്ച് പ്രത്യേകമായി തരംതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൽ നിന്നും ഉണ്ടാകുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ എന്തൊക്കെയാണെന്നും ഇവയിൽ നിന്നും ഹരിതകർമ്മ സേനകൾക്ക് ഇപ്രകാരം ഇവയുടെ തരംതിരിവ് നടത്തിക്കഴിഞ്ഞാൽ ഹരിതകർമ്മ സേനകൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നമ്പർ 1 പെറ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്. അതിൽ ബോട്ടിലുകളാണെന്ന് ഞാൻ പറഞ്ഞു. ആ ബോട്ടിലുകൾ തന്നെ വിവിധ തരത്തിലുള്ള ബോട്ടിലുകൾ വരുന്നുണ്ട്. നേച്ചറൽ കളർ വൈറ്റ് ആയിട്ടുള്ള കുപ്പികൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ബ്രൗൺ കളറുള്ള കുപ്പികൾ ഉണ്ടാവാം, മറ്റ് കളറുകളിലും വരുന്നുണ്ട്. ഇപ്പം പച്ചയായാലും അതുപോലെ തന്നെ നീലയായുള്ള കളറുകളിൽ വരുന്നുണ്ട്. ഇതൊരു സാമ്പത്തികമായ നേട്ടങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം വൈറ്റ് കളർ പ്രത്യേകമായിട്ടും മറ്റു കളറുകൾ പ്രത്യേകമായിട്ടും. മറ്റു കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബ്രൗൺ കളർ ഒഴികെയുള്ള ബാക്കി പച്ചയോ മഞ്ഞയോ നീലയോ കളർ ഒക്കെ ഒന്നിച്ചിട്ട് ചെയ്യാം. അതുപോലെ ഈ ബ്രൗൺ കളർ കുപ്പികൾ പ്രത്യേകമായിട്ട് ചെയ്യണം. കാരണം ഈ ബ്രൗൺ കളർ കുപ്പിയും വൈറ്റ് കളർ കുപ്പിയും മറ്റ് കളേർഡ് ആയിട്ടുള്ള കുപ്പിയും മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കതിന് കേവലം വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ കിട്ടൂ. വൈറ്റ് കളറിനാണെങ്കിൽ ഇന്നത്തെ നിലവാരത്തിൽ ഏകദേശം ഒരു 15 രൂപ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ വൈറ്റിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള ബ്രൗൺ കളർ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ബ്രൗൺ കളറിന് എത്രയാണോ പൈസ, ഇപ്പം ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 3 രൂപ 50 പൈസ ഒരു കിലോ കിട്ടും ഈ ബ്രൗൺ കളർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു പൈസ മാത്രമേ കിട്ടൂ. അപ്പോൾ അത് അവിടെയാണ് നമുക്ക് ഇതിൻ്റെ സഗ്രിഗേഷൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം വൈറ്റിന് 15 രൂപ കിട്ടും, അതുപോലെ തന്നെ മറ്റ് കളേർഡ് ആയിട്ടുള്ള ബ്രൗൺ ഒഴികെയുള്ള മറ്റു കളേർഡ് ആയിട്ടുള്ളതിന് അതിന് 8 രൂപയെ കിട്ടും. ബ്രൗൺ മാത്രമായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 രൂപയെ കിട്ടും.
അതേസരി ഇതെല്ലാം മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 രൂപ. അവിടെ തന്നെ നമുക്കൊരു സാമ്പത്തികമായിട്ട് ഒരു ഫിനാൻഷ്യൽ വേരിയേഷൻ നമുക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 2ാം നമ്പർ പ്ലാസ്റ്റിക്കിലേക്ക് പോവുകയാണ്. 2ാം നമ്പർ പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞത് HDP ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ. അതും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്കിപ്പം വൈറ്റ് കവർ എന്നുള്ളതിൻ്റെ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് പ്രത്യേകമായിട്ട് വൈറ്റ് കളറായിട്ട് തരംതിരിച്ചെടുക്കുമ്പോൾ നമുക്കതിന് ഈ പറഞ്ഞ ഇപ്പോൾ കിലോന് 16 രൂപ ഈ വൈറ്റ് കളറിന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റീസൈക്ലിംഗ് സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. അവരിപ്പം 16 രൂപ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കളർ, ഇപ്പം വൈറ്റിന് പുറമെ വരുന്ന മറ്റ് യെല്ലോ ആയാലും ഗ്രീൻ ആയാലും അല്ലെ മറ്റു വേറെ ഏതെങ്കിലും കളറായാലും നമുക്ക് അതിന് ഇപ്പോഴും 9 രൂപയാണ് പെർ kg ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിൽ കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്ക് കളർ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അതിൽ വേറെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ പൈസ തന്നെ നമുക്ക് കിട്ടും. കാരണം ഈ കളേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അത്യധികമായിട്ട് അത് ബ്ലാക്കിലേക്ക് മാറുകയും ചെയ്യും. അടുത്തത് 3ാമത്തെ പ്ലാസ്റ്റിക് ആണ് PVC. നമുക്ക് ഞാൻ സൂചിപ്പിച്ചു, പ്രത്യേകിച്ചിട്ടും അതിനൊരു റീസൈക്കിൾ വാല്യൂ കിട്ടുന്നതല്ല. പൈപ്പൊക്കെ കിട്ടുവാണെങ്കിൽ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പുകൾ നമുക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഈ റിക്കവറി സെന്ററിൽ കൊടുക്കുകയാണെങ്കിൽ, RRFിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനും പൈപ്പിന് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PVC പൈപ്പിന് മാത്രമേ വരികയുള്ളൂ. പക്ഷേങ്കിൽ ഇതുപോലെയുള്ള പാക്കിംഗ് മെറ്റീരിയൽ അടക്കം PVC അധിഷ്ഠിതമായിട്ടാണെങ്കിൽ പോലും ഇതിന് വില കിട്ടില്ല. ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ കാശ് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയും കൂടി ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് PVCയിൽ കൂടുതൽ വീടുകളിൽ നിന്ന് കിട്ടുന്ന PVC പൈപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകമായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനും ഏകദേശം ഒരു 12 രൂപ പെർ കിലോ നമുക്ക് ലഭിക്കുന്നുണ്ട്. 4ാമത്തെ പ്ലാസ്റ്റിക് LDP ആണ്. ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കാണ് LDP. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ കുറച്ച് വലിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക്കാണ്. പ്രത്യേകിച്ചിട്ടും നമ്മുടെ പാക്കിംഗ് മെറ്റീരിയലായിട്ടും അതുപോലെ ലിക്വിഡ് ഫോമിലുള്ള പദാർത്ഥങ്ങൾ പാക്ക് ചെയ്യാൻ, ഇപ്പോൾ മിൽമ ആയാലും അല്ലെങ്കിലും ഓയിലായാലും അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് LDP. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനെയാണ് നമുക്ക് 3 തരത്തിലായിട്ടാണ് നമുക്കിതിനെ സഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഒന്ന് നേച്ചുറൽ കളറായിട്ട് വരുന്ന രീതിയിൽ, ഈ നേച്ചർ പ്രിന്റോ കളറോ ഒന്നുമില്ലാത്ത നേച്ചുറൽ കളറായിട്ടുള്ള ഈ സാധനത്തെ പ്രത്യേകമായിട്ട് തരംതിരിക്കുക. അതുപോലെ തന്നെ 2ാമത്തെ സെക്ഷനിലേക്ക് വരുന്നത് അതിന് കളേർഡ് ആയിട്ടുള്ള പ്രിന്റുള്ള, പ്രത്യേകിച്ചും ഈ മിൽമ തൈര് പോലുള്ള പാക്കറ്റുകൾ പ്രത്യേകമായിട്ട് തന്നെ തരംതിരിക്കേണ്ടതുണ്ട്. മറ്റുള്ള രീതികളിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ, ഇപ്പോൾ ഓയിൽ കവറായാലും അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള പലതരത്തിലുള്ള കവറുകളൊക്കെ ആയാലും ഇതിനെ പ്രത്യേകമായിട്ട് തരംതിരിക്കും. ഒരു 3 തരത്തിൽ തരംതിരിക്കുമ്പോൾ ഇതിൻ്റെ വിലയിൽ തന്നെ നല്ലൊരു അന്തരം നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 18 രൂപ മുതൽ 20 രൂപ വരെ ഇന്ന് മാർക്കറ്റിൽ ഈ LDP നേച്ചർ കളർ LDP നമുക്ക് മാർക്കറ്റിൽ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും കൂടുതൽ വില കിട്ടുന്നത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നേച്ചുറൽ കളറായിട്ടുള്ളത് പ്രത്യേകമായിട്ട് തരംതിരിക്കുക. മിൽമ അതുപോലെ തന്നെ അതിന് പാല് തൈര് പോലുള്ള സാധനങ്ങൾ വരുന്ന പാക്കറ്റുകൾ, ഇപ്പോൾ മിൽമയുടെ മാത്രമല്ല മറ്റു ഒരുപാട് കമ്പനികൾ പാല് നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാൽ പാക്കറ്റുകളും തൈരിൻ്റെ പാക്കറ്റുകളും ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ തരംതിരിക്കുക. അതുപോലെ ഓയിൽ കവറുകളും മറ്റു രീതികളിൽ വരുന്ന പാക്കിംഗ് മെറ്റീരിയലുകളൊക്കെ അതിൻ്റെ രീതിയിലേക്ക് മാറ്റി തരംതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ, കാരണം 2 തരത്തിലുള്ള മെറ്റീരിയലുകൾ ഒരേ സ്വഭാവം ഇത് നാച്ചുറലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ PP വരുമ്പോഴും PP നാച്ചുറലായിട്ട് കാണിക്കുന്നുണ്ട്. PPയും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വളരെ സോഫ്റ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. 5ാമത്തെ പ്ലാസ്റ്റിക്കാണ് പോളിപ്രോപ്പിലിൻ എന്ന് പറയുന്നത്. പോളിപ്രോപ്പിലിൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ആഹാരം പാനീയങ്ങളായി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല മെറ്റീരിയലാണ്. പറഞ്ഞ 5 മെറ്റീരിയലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നല്ല, നമുക്ക് ആരോഗ്യപരമായിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് പോളിപ്രോപ്പിലിൻ എന്ന് പറയുന്നത്. അതും നമുക്ക് 2 തരത്തിലേക്ക് അതിന് നമുക്ക് തരംതിരിച്ച് മാറ്റി വെക്കാം. ഒന്ന് നാച്ചുറൽ കളർ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അതിന് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സൗണ്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഏകദേശം PP ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റ് രീതികളിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ പ്രിന്റഡ് ആയിട്ടുള്ള ബ്രെഡ് പൊതിഞ്ഞ് വരുന്നത്, ബേക്കറിയിൽ നിന്നൊക്കെ മിക്സ്ചർ പൊതിഞ്ഞ് വരുന്ന കവറുകൾ, ഇതൊക്കെ ആ ഗണത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ഒരു രീതിയിൽ തന്നെ പ്രത്യേകമായിട്ട് തരംതിരിച്ചിട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബോട്ടിലുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് HDP ആണോ PP ആണോ എന്നുള്ള ബോട്ടിലുകൾ സംശയം തോന്നുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ബ്രാൻഡഡ് കമ്പനിയുടെയും സാധനങ്ങളുടെ പുറത്ത് ഒരു
ചിഹ്നത്തിൽ, ഒരു ത്രികോണാകൃതിയിലുള്ള ചിഹ്നത്തിൽ അതിനകത്ത് 1, 2, 3 എന്നുള്ള രീതിയിലുള്ള നമ്പർ ചെയ്തിട്ടുണ്ടാവും. ആ നമ്പർ പ്രകാരം തന്നെ നോക്കിക്കൊണ്ട് ജസ്റ്റ് നോക്കിയാൽ വേണ്ടി ഇതിൻ്റെ ബാക്കിൽ ഒരു ത്രികോണമുണ്ട്, ആ ത്രികോണത്തിനകത്ത് 2-ാം നമ്പറാണ്. 2-ാം നമ്പർ എന്ന് പറയുമ്പോൾ ഈ ബോട്ടിൽ HDP ആണ് അല്ലെങ്കിൽ LDP ആണ്. അങ്ങനെ 4-ാം നമ്പറാണെങ്കിൽ അത് LDP ആണ്. ഇപ്പം ഗ്ലൂക്കോസ് ബോട്ടിലിൻ്റെ ഒക്കെ മേലെ നോക്കിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 5-ാം നമ്പർ 4-ാം നമ്പറാണ് കാണുക. അത് LDPയിലാണ് ഈ ഗ്ലൂക്കോസ് ബോട്ടിലൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഇപ്പം നമ്മുടെ വീടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്നതിനകത്ത് കൂടുതലായിട്ട് ഇത് കാണില്ല, ഗ്ലൂക്കോസ് ബോട്ടിൽ കാണില്ല. എന്നിരുന്നാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കതിനെ LDPയിലേക്ക് മാറ്റിയിടാം. വീടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ചിട്ടും ചാർജർ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ഹരിതകർമ്മസേന വീടുകളിൽ പോയി കൊണ്ടുവന്ന് ഒരു ചാക്ക് തട്ടിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിനകത്ത് ഏകദേശം പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഇലക്ട്രോണിക്സ് മാലിന്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെയും പ്രത്യേകിച്ച് ഇപ്പോൾ ചാർജർ ആയാലും അല്ലെങ്കിൽ മറ്റ് ബാറ്ററി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങളായി കഴിഞ്ഞാലും ഇതൊക്കെ പ്രത്യേകം തന്നെ ഒരു പിന്നിലോ അല്ലെങ്കിൽ ആ രീതിയിലേക്കോ അതിനെ തരംതിരിച്ചിട്ട് മാറ്റേണ്ടതുണ്ട്. കാരണം ഇതിനൊക്കെ നല്ല വിലയും കിട്ടുന്നൊരു സാധനമാണ്. കാരണം വിൽപ്പനക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ചാർജർ മാത്രം കൊടുക്കുകയാണെങ്കിൽ കിലോ 15 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്, മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ അതിലും വില കൂടിയ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ വൃത്തിയായിട്ട് ബിന്നുകളിൽ തന്നെ ശേഖരിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുകയും അത് RRFൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് മാത്രമായിട്ട് കയറ്റി, ഇപ്പോൾ ക്ലീൻ കേരള കമ്പനി ഇലക്ട്രോണിക്സ് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്, കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനം, ആ സംവിധാനത്തിൻ്റെ കൂടെ തന്നെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ലോഡായി കഴിഞ്ഞിട്ടാകുമ്പോൾ ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോകുന്നുണ്ട്. അതിനും നല്ല മാന്യമായിട്ടുള്ളൊരു പൈസ തന്നെ അവർ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നുമുണ്ട്. നമുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളിനകത്ത് ഇപ്പോൾ ഞാൻ ഈ കാണിച്ച സാധനങ്ങൾ മാത്രമല്ല, ടൂത്ത് ബ്രഷ് ഉണ്ടാവും, അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ ട്യൂബുകൾ ഉണ്ടാവും. അത്തരം സാധനങ്ങളൊക്കെയും തന്നെ ഇത് പ്രത്യേകമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്, ഇപ്പം ഞാൻ അടുത്ത ദിവസം ആണ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ച ടൂത്ത് ബ്രഷ്. അത് ബൾക്കായിട്ട് ടൂത്ത് ബ്രഷ് മാത്രമായി കൊടുക്കുകയാണെങ്കിൽ അതിന് 22 രൂപ മാർക്കറ്റിൽ നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അത് 1 കിലോ കൊണ്ട് കൊടുത്താൽ 22 രൂപ കിട്ടില്ല, അതൊരു ബൾക്കായിട്ട് തന്നെ കൊടുക്കണം. കാരണം നമ്മൾ MCF നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ പിന്നെ RRFലൂടെ തന്നെ അത് ബണ്ടിലാക്കി വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവർ കിട്ടുകയുള്ളൂ. ഇത് അലൂമിനിയം ഫോയിൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള സാധനങ്ങളൊക്കെ ബിയറൊക്കെ വരുന്നത് ഇത്തരം ബോട്ടിലുകളിലാണ്. ഇത് ഉപയോഗത്തിന് ശേഷം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് വെക്കണം. കാരണം ഇത് അലൂമിനിയം ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് പ്രത്യേക റേറ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഏകദേശം 25 രൂപയോളം ഇതിൻ്റെ വില നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് തന്നെ എടുത്ത് വെക്കാം. MCFലേക്ക് എത്തിക്കാൻ പാടില്ലാത്തവ ഏതൊക്കെയാണെന്ന് നോക്കാം. ജൈവമാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, അറവുശാല മാലിന്യങ്ങൾ, പോൾട്രി ഫാം മാലിന്യങ്ങൾ, മാർക്കറ്റ് വേസ്റ്റ്, രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ബോട്ടിലുകളോ, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ മുതലായവ അടങ്ങിയിട്ടുള്ള ബോട്ടിലുകൾ, ട്യൂബുകൾ, സ്ഫോടക വസ്തുക്കൾ, സാനിറ്ററി നാപ്കിൻസ്, ഡയപ്പേഴ്സ്, ഗാർഹിക മെഡിക്കൽ വേസ്റ്റ്, മാസ്ക് മുതലായവയും ജൈവ സ്വഭാവമുള്ള മറ്റേത് മാലിന്യങ്ങളായാലും അവ MCFലേക്ക് എത്തിക്കാൻ പാടില്ലാത്തതും ഹരിതകർമ്മസേനകൾ വീടുകളിൽ നിന്നും ശേഖരിക്കാൻ പാടില്ലാത്തതുമാണ്. ഹരിതകർമ്മസേനകൾ ശേഖരിച്ച് തരംതിരിച്ച് സൂക്ഷിക്കുന്ന അജൈവ പാഴ്വസ്തുക്കളെ കൃത്യമായി ഓരോ ഇനം അനുസരിച്ച് അവ വില നൽകി ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലീൻ കേരള കമ്പനിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനി ഓരോ പഞ്ചായത്തുകളിലെയും കൂടാതെ നഗരസഭകളിലെയും MCFകളിലോ RRFകളിലോ ഇപ്രകാരം തരംതിരിച്ച് സൂക്ഷിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായാലും മറ്റ് അജൈവ പാഴ്വസ്തുക്കളായാലും അവയ്ക്ക് വിപണിയിൽ ലഭിക്കാവുന്ന വില നൽകി ഹരിതകർമ്മസേനകളിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹരിതകർമ്മസേനകൾ ശേഖരിച്ച് തരംതിരിക്കുന്ന അജൈവ പാഴ്വസ്തുക്കളിൽ പുനഃചംക്രമണ യോഗ്യമായിട്ടുള്ള എല്ലാ പാഴ്വസ്തുക്കളും ഇപ്രകാരം തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിയെ ഏൽപ്പിക്കാവുന്നതാണ്. ഹരിതകർമ്മസേനകൾ വഴി ശേഖരിക്കുന്നതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ ക്യാമ്പയിനുകൾ ഉൾപ്പെടുത്തി ശേഖരിക്കുന്നതുമായ പുനഃചംക്രമണ യോഗ്യമല്ലാത്തതും പുനരുപയോഗ സാധ്യമല്ലാത്തതുമായ എല്ലാ പാഴ്വസ്തുക്കളെയും ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ക്ലീൻ കേരള കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഇവ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടതാണ്. ഇതിനായി സർക്കാർ ഉത്തരവുകളും നിലവിലുള്ളതാണ്. സംസ്ഥാനത്തെ അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മറ്റൊന്നതാണ് RRF അഥവാ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികൾ. ശേഖരിക്കപ്പെടുന്ന അജൈവ പാഴ്വസ്തുക്കളെ പുനഃചംക്രമണ യോഗ്യമായ പാഴ്വസ്തുക്കളായും പുനഃചംക്രമണ യോഗ്യമല്ലാത്ത പാഴ്വസ്തുക്കളെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും വേണ്ടിയിട്ട്
സജ്ജമാക്കുക എന്നുള്ള പ്രധാന പ്രവർത്തനമാണ് RRF യൂണിറ്റുകൾ നടത്തുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ പുനഃചംക്രമണ യോഗ്യമല്ലാത്ത പാഴ്വസ്തുക്കളെ പൊടിച്ച് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള റോഡ് നിർമ്മാണ പ്രവൃത്തികളിൽ ഉപയോഗിക്കുവാനും സാധിക്കും. RRF യൂണിറ്റുകൾ പ്രധാനമായും യന്ത്രവൽകൃതമാണ്. ഇവിടെ ഷെഡിംഗ് മെഷീനുകൾ, ബെയിലിംഗ് മെഷീനുകൾ, ഡസ്റ്റ് റിമൂവർ മെഷീനുകൾ എന്നിവ RRF യൂണിറ്റുകളിൽ സ്ഥാപിക്കാവുന്നതാണ്. ഹരിതകർമ്മസേനകളുടെ പ്രവർത്തനത്തിൽ ഹരിതകർമ്മസേനകൾ ശേഖരണം നടത്തി MCFകളിലും RRFകളിലും എത്തിക്കുന്ന പാഴ്വസ്തുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായി പുനരുപയോഗം ചെയ്യാൻ സാധിക്കുന്നതും പുനഃചംക്രമണം ചെയ്യാൻ സാധിക്കുമായ എല്ലാ പാഴ്വസ്തുക്കളും റീസൈക്ലിംഗ് ഏജൻസികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ റീസൈക്ലിംഗ് യൂണിറ്റുകളിൽ ഇവയെ വീണ്ടും പുനരുപയോഗിക്കുന്ന രീതിയിൽ പുനരുൽപ്പന്നങ്ങളായി മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്.